നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മകയിരം നക്ഷത്ര ജാതരുടെ ഏകദേശം 21.5 വയസ്സ് മുതൽ 37.5 വയസ്സ് വരെയുള്ള വ്യാഴദശ കാലത്തെക്കുറിച്ചുള്ള ഗുണദോഷ ഫലസാധ്യതകളെക്കുറിച്ചാണ് നമ്മളിതോടെ പറയുന്നത്. നമ്മൾ മകയിര നക്ഷത്ര ജാതരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊരു ഏകദേശ കണക്ക് വെച്ചാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള ദശാകാല കണക്ക് ഓരോ മകയിര നക്ഷത്ര ജാതനെ സംബന്ധിച്ചും അറിയണമെങ്കിൽ ഓരോ മകയിര നക്ഷത്ര ജാതൻ്റെയും ജനന സമയം വെച്ച് എത്ര നാഴിക നക്ഷത്രം ചെന്നു എന്നതിനെ കണക്കൂട്ടിയൊക്കെ എടുത്താൽ ആദ്യത്തെ ദശ മകയിര നക്ഷത്ര ജാതൻ ജനിക്കുന്നത് ഏകദേശം അവർ ജനിക്കുന്നത് ചൊവ്വാദശാകാലത്തിലാണ്. ചൊവ്വാദശാകാലത്തിൻ്റെ ഒരു കാലപരിധി എന്ന് പറയുന്നത് 7 വർഷം. അതിവരുടെ ജനന സമയത്തെ ആശ്രയിച്ച് ചിലപ്പം 7 വർഷം കിട്ടാം, ചിലപ്പോൾ 3.5 വർഷം കിട്ടാം, ചിലപ്പോൾ 3 ദിവസം കിട്ടാം. അങ്ങനെ ഓരോരോ മാറ്റങ്ങൾ ആദ്യത്തെ ദശാകാലത്തിൽ ഉണ്ടാവാനിടയുണ്ട്. അതായത് മകയിര നക്ഷത്ര ജാതർക്ക് ഗർഭശിഷ്ടാദശ എന്ന രീതിയിലോ ജന്മദശ എന്ന രീതിയിലോ വരുന്ന ചൊവ്വാദശാകാലം 7 വർഷം ഉള്ളത് 3.5, 4, 5, 6 ഒക്കെ ആയിട്ട് മാറിയേക്കാം. അങ്ങനെ ഒരു ഏകദേശ കണക്ക് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ലഭ്യമല്ല. കാരണം ഓരോരുത്തരുടെയും ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എത്ര വർഷം ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. അതുകൊണ്ട് നമ്മളിതൊരു പൊതുഫലം പറയുമ്പോൾ ആദ്യത്തെ ദശാകാലം 3.5 വയസ്സ്, 7ൻ്റെ പകുതി 3.5 വയസ്സ് എന്ന് നമ്മളൊരു കണക്ക് കൂട്ടലിന് വേണ്ടി ക്രമപ്പെടുത്തുകയാണ്. അപ്പോൾ മകയിര നക്ഷത്രജാതൻ ജനിക്കുന്നത് ചൊവ്വാദശാകാലത്തിലാണ്. ചൊവ്വാദശാകാലത്തിൻ്റെ കാലഘട്ടം അല്ലെ പൂർണ്ണമായ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. കൃത്യമായ ജനനസമയം വെച്ചുകൊണ്ടെല്ലാം നമ്മളിവിടെ പറയുന്നത് എന്നുള്ളതുകൊണ്ട് ഏകദേശം 3.5 വയസ്സ് വരെ ചൊവ്വാദശാകാലമായിരിക്കും എന്ന് കണക്കൂട്ടുന്നു. അത് കഴിഞ്ഞാൽ 3.5 വയസ്സ് മുതൽ ഏകദേശം 21.5 വയസ്സ് വരെ രാഹുർ ദശാകാലമാണ്. 18 വർഷം ആ ദശാകാലം വരുന്നുണ്ട്. അതും കഴിഞ്ഞാൽ 21.5 വയസ്സ് മുതൽ ഏകദേശം 37.5 വയസ്സ് വരെ വ്യാഴദശാകാലമാവുന്നു. ഈ കാലഘട്ടം മകയിര നക്ഷത്രജാതരെ സംബന്ധിച്ച് എന്തൊക്കെ തരത്തിലുള്ള ഗുണഫലങ്ങളാണ് ഉണ്ടാക്കാനിടയുള്ളത്, ദോഷഫലങ്ങളാണ് ഉണ്ടാക്കാനിടയുള്ളതെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഈ വ്യാഴദശാകാലം എന്ന് പറയുന്നത് മകയിര നക്ഷത്രജാതരെ സംബന്ധിച്ച് 21.5 വയസ്സ് മുതൽ ഏകദേശം 22 തന്നെ കൂട്ട് 22 മുതൽ 38 വരെ എന്ന് കണക്ക് കൂട്ടാം. ഏകദേശ കണക്ക്. ഈ 38 വയസ്സ് വരെയുള്ള വ്യാഴദശാകാലം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഏതൊരു മകയിര നക്ഷത്ര ജാതൻ്റെയും ജാതകത്തിൽ വ്യാഴം എങ്ങനെ നിൽക്കുന്നു, ശുഭനാണോ അശുഭനാണോ, നീചനാണോ പാപനാണോ, അതല്ല യോഗകാരകനാണോ എന്നതിനെയൊക്കെ ആശ്രയിച്ച് തന്നെയാണ് വ്യാഴദശാകാലത്തിൽ ഇവർക്ക് ഏകദേശം ഗുണദോഷ ഫലങ്ങൾ അനുഭവത്തിൽ വരാനിടയുള്ളത്. പൊതുവെ പറയാറുണ്ട് വ്യാഴദശാകാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുണഫലങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനിടയുള്ളൊരു കാലഘട്ടമാണെന്ന്. സത്യത്തിൽ അതൊരു അർദ്ധസത്യം മാത്രമാണ്. വ്യാഴദശാകാലം എന്ന് പറഞ്ഞാൽ പൊതുവെ ഗുണകരമായിരിക്കും ആർക്ക്? ശുഭസ്ഥിതിയിൽ, ഗ്രഹനിലയിൽ ശുഭസ്ഥിതിയിൽ വ്യാഴം നിൽക്കുന്നവർക്ക്. അതല്ലെങ്കിലോ വലിയ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും. സാമ്പത്തികത്തെയും സ്വത്തിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വലിയ ദുരനുഭവങ്ങൾ ഉണ്ടാവാനിടയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ മകയിര നക്ഷത്രജാതരെ സംബന്ധിച്ച് ഇപ്പോൾ ഏകദേശ കണക്കുകൂട്ടൽ നടത്തിക്കൊണ്ട് 22 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ വ്യാഴദശാകാലം എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ പൊതുവേ വ്യാഴദശാകാലത്തിൽ സൗന്ദര്യവർദ്ധന ഉണ്ടാവാം, വിവാഹസിദ്ധി ഉണ്ടാവാം, ഗൃഹവാഹന ലാഭമുണ്ടാകാം, തൊഴിൽ ലാഭമുണ്ടാകാം, സാമ്പത്തികമായിട്ടുള്ള ഉന്നതികളുണ്ടാവാം, വിദേശയാത്രാ സാഫല്യങ്ങളൊക്കെ നടന്നു കിട്ടാം, പ്രണയ വിവാഹങ്ങളൊക്കെ വിജയത്തിൽ കലാശിക്കാം, കുടുംബത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ, അതുകൂടാതെ അവനവൻ്റെ കഠിനാധ്വാനം കൊണ്ടോ മറ്റേതെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടോ ധനമുണ്ടാകുവാനും ആ ധനം വഴി വീട്, വാഹനം, ആഡംബരം ഒക്കെ എന്തിനേറെ പറയുന്നു തീർത്ഥാടനം പോലും നടന്നു മാറുവാനുള്ള ഒരു കാലഘട്ടമായിട്ടാണ് വ്യാഴത്തെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ദശാകാലം
വ്യാഴത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു ജാതകത്തിൽ വ്യാഴൻ ശുഭനാണെന്ന് വിചാരിക്കുക. ഒരു മകയിര നക്ഷത്ര ജാതകത്തിൽ ഗ്രഹനിലയിൽ വളരെയേറെ ശുഭനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാജ്യയോഗമൊക്കെ നൽകുന്ന തരത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ വ്യാഴദശാകാലം എന്ന് പറയുന്നത് ഈ വ്യക്തികൾക്ക് സർക്കാർ ജോലി കിട്ടുവാനിടയുള്ളൊരു കാലഘട്ടമായിരിക്കും. സർക്കാർ സംബന്ധമായിട്ട് എന്തെങ്കിലും ജോലി കിട്ടാം, അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലാണെങ്കിലും ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലി കിട്ടാം, ഏതെങ്കിലും തരത്തിലുള്ള അധികാര സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാം, വിദേശത്ത് നല്ല ജോലിയിൽ പ്രവേശിക്കാം, ഭാഗ്യാനുഭവങ്ങളിലൂടെയുള്ള ധനാഗമം ഉണ്ടാവാം, കുടുംബപരമായിട്ട് സ്വർണ്ണലബ്ധി, രത്നലബ്ധി, ഭൂമിലബ്ധി, അതുപോലെ തന്നെ വിദേശവാസം, വിദേശ യാത്രകളിലൂടെ ധനലാഭം, സ്വർണ്ണാഭരണങ്ങളുടെയൊക്കെ ഒരു അതിപ്രസരം, സുഗന്ധദ്രവ്യങ്ങളുടെയും ഭക്ഷണ വസ്തുക്കളുടെയും ഒക്കെ ഒരു ലബ്ധി, ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രധാന നെടുനായകത്വം വഹിക്കാൻ പറ്റുക, ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലോ സംഘടനകളിലോ ഒക്കെ നേതൃ പദവിയിലേക്ക് ഉയരുക, രോഗമില്ലാത്തൊരവസ്ഥ, ഒരു രോഗവും അയാളെ ബാധിക്കില്ല, പൂർണ്ണാരോഗ്യവാനെന്ന് പറയാം. അതുപോലെ തന്നെ സാമ്പത്തികത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, മനസ്സെപ്പോഴും ആനന്ദം, ഉല്ലാസം, കുടുംബ സന്തോഷം, കുടുംബത്തിൽ തുടർച്ചയായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മങ്ങൾ നടത്തുക, വാഹനങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് വാങ്ങിക്കുക, വിദേശ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ രാജ്യങ്ങളൊന്നുമല്ല, ഒരുപാട് രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വരിക, ആടയാഭരണ വസ്തുക്കൾ, സജ്ജനങ്ങളുമായിട്ടുള്ള സഹവാസം, ഉന്നതന്മാരും അധികാരികളും സജ്ജനങ്ങളുമായിട്ടുമൊക്കെ ഉള്ള സഹവാസം മൂലമുള്ള ഗുണാനുഭവങ്ങൾ, തൊഴിൽ, പ്രമോഷൻ, പുരോഗതി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങളിലേക്ക് എത്തിപ്പെടുക, ബാങ്കിങ് മേഖലയിൽ ജോലി കിട്ടുക, ഇൻഷുറൻസ് മേഖലയിൽ ജോലി കിട്ടുക, ഇങ്ങനെ സർക്കാർ സർവീസുമായിട്ടടക്കം ബന്ധപ്പെട്ട് ഒരുപാട് നേട്ടങ്ങളും ഗുണഫലങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ശുഭനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദശാകാലം. മകയിരം നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഏകദേശം 22 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം. ഇത് നമ്മൾ ഈ നക്ഷത്ര ദശകളെ വേർതിരിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇതൊരു ആപൽ ദശ എന്നൊക്കെ പറയുക. ഇനി ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ജാതകപ്രകാരം ഗുണാനുഭവങ്ങൾ നൽകുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്തിലെ ഫലങ്ങളാണ് മകയിര നക്ഷത്രജാതകരെ സംബന്ധിച്ച്. ഇനി ഈ വ്യാഴം ദോഷഭാവത്തിലാണ് ജാതകത്തിൽ സ്ഥിതി ചെയ്യുന്നെങ്കിലും, ഒരു മകയിര നക്ഷത്രജാതകൻ്റെ ജാതകത്തിൽ ദോഷഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കടബാധ്യതകൾ വർദ്ധിക്കും. ചെയ്യുന്ന ഏതൊരു ബിസിനസ്സും 8 നിലയിൽ പൊട്ടിപ്പോകും. അടിക്കടി കടം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കടബാധ്യതകൾ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ നാട്ടിൽ നിന്നും വിട്ടു നിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. കുടുംബപരമായിട്ടുള്ള സ്വത്തുക്കൾ സംബന്ധിച്ച തർക്കം, പങ്കാളികളുമായിട്ടുള്ള ബിസിനസ് തർക്കം, കടബാധ്യതയിൽ അകപ്പെടുക, സാമ്പത്തികമായിട്ടുള്ള വഞ്ചനയിൽ അകപ്പെടുക, ആരോഗ്യ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, പ്രത്യേകിച്ച് ഷുഗർ പോലെയുള്ള രോഗങ്ങളുടെ ആധിക്യം, ഷുഗർ രോഗങ്ങളൊക്കെ അധികമാകേണ്ടത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യങ്ങൾക്ക് ഇരയാകേണ്ടി വരിക, ദുഷ്കീർത്തി ലഭിക്കുക, തൊഴിലുണ്ടെങ്കിലും തൊഴിൽ തുടരാനാവാത്ത അവസ്ഥ ഉണ്ടാവുക, ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഒരു ഭാഗ്യ കടാക്ഷമില്ലായ്മ, അതായത് കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിലേക്ക് വരുന്നതെങ്കിൽ പോലും ഒരു ഭാഗ്യകടാക്ഷമില്ലായ്മ കൊണ്ട് നമുക്കതൊക്കെ തട്ടിത്തെറിച്ചു പോവുക. എത്ര ശ്രമിച്ചാലും നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ രോഗദുരിതം മാറുമ്പം കലഹം മാറുമ്പം കേസ് വഴക്കുകൾ, അതായത് വളരെയേറെ ഒരു പത്മവ്യൂഹത്തിൽ അകപ്പെട്ടു എന്ന് പറയുന്നത് പോലെയുള്ളൊരവസ്ഥ. ഒരു സ്വസ്ഥതയില്ല, വീട് മാറിക്കൊണ്ടേയിരിക്കും. സ്വന്തം വീട് വിറ്റിട്ട് വാടക വീട്ടിലേക്ക് പോകാം, വാടക വീട് അത് ഒരെണ്ണം ശരിയാവാത്തതുകൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് മാറേണ്ടി വരാം. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ആളുകളെ അന്ധമായിട്ട് വിശ്വസിക്കുക, അവരുമായിട്ട് പ്രണയത്തിലേർപ്പെടുക, അതുവഴിയുള്ള പുത്രോത്പാദനം, ജാരസംസർഗം കൊണ്ടുള്ള പുത്രോത്പാദനം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഉണ്ടാവുക. ഏതെങ്കിലും വ്രതാനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് വേണ്ടുന്ന നോയമ്പുകളോ ഒക്കെ എടുത്താൽ അതൊക്കെ പാതി വഴിയിൽ നിർത്തേണ്ടി വരിക. അതായത് മംഗളകർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ഒക്കെ എടുത്ത് പൂർത്തീകരിക്കാനാവാതെ ഉപേക്ഷിക്കേണ്ടി വരിക, ലൗകിക മോഹങ്ങൾ കൊണ്ട്.
ഈശ്വരനിൽ അധികം വിശ്വാസമില്ലാതിരിക്കുക, ഈശ്വരനെ തള്ളിപ്പറയുക, സൽക്കർമ്മങ്ങളെ നിന്ദിക്കുക, പണ്ഡിതന്മാരെയും വേദജ്ഞാനികളെയുമൊക്കെ പരിഹസിക്കുക, അപഹസിക്കുക, അവരിൽ നിന്നൊക്കെയുള്ള ശാപം വാങ്ങിക്കുക, ഗുരുനാഥന്മാരുമായിട്ട് ശത്രുതയിലാവുക, ഗുരുനാഥന്മാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക, അവരുടെ ശാപം വലിച്ചു വെക്കുക, ക്ഷേത്രാചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടങ്കോലുകൾ ഉണ്ടാക്കുക, ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുക. ചുരുക്കത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ കളവും കടബാധ്യതയുമായി കേസുവഴക്കവുമായി കുടുംബവും കുടുംബകലഹവുമായി ഒരു ഭ്രാന്തമായിട്ടുള്ള ജീവിതം. ഇതിൻ്റെ അവസാനം ചിലര് എല്ലാം ഉപേക്ഷിച്ച് സർവസംഘ പരിത്യാഗിയായി സന്യാസം സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കാലം ചുറ്റിക്കറങ്ങാറുണ്ട്. സന്യാസിയാണ്, ഒന്നും നോക്കാനില്ല, ഇനി സന്യസിക്കുക, ഇനി എനിക്കൊന്നും വേണ്ട, ഭക്ഷണം വേണ്ട, വസ്ത്രം വേണ്ട, ഒന്നും വേണ്ട, സന്യസിക്കുക, ഒന്നുമില്ല. അത് അത് ശുദ്ധ തട്ടിപ്പാണെന്ന് പറയാം. കാരണം അവർക്കതിൽ കറക്റ്റായിട്ട് മനസ്സിനെ കേന്ദ്രീകരിച്ച് നിൽക്കുവാൻ പറ്റില്ല. സന്യാസം എന്ന് പറയുന്നത് നിലവിലുള്ള പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും തൽക്കാലം അവരുടെ മുഖം മറയ്ക്കുവാനും ഓടി ഒളിക്കുവാനും ഒട്ടകപ്പക്ഷി മരുഭൂമിയിൽ അതിൻ്റെ തല പൂഴ്ത്തി വച്ചിരിക്കുന്നത് പോലെ വിഷയങ്ങളിൽ നിന്നും ഓടി ഒളിക്കാനുള്ളൊരു മാർഗമായിട്ട് സന്യാസം സ്വീകരിക്കേണ്ടി വരുന്ന അവസ്ഥ. സന്യാസം സ്വീകരിക്കുന്നവന് പറയാൻ പറ്റില്ല. സന്യാസത്തിൻ്റെ പേരിൽ കാഷായം ഒക്കെ ധരിച്ച് നടക്കേണ്ടി വരുന്ന ഒരവസ്ഥയും നീചനായിട്ടുള്ള വ്യാഴൻ്റെ ദശാകാലത്തിലുണ്ടാവാം. അതുപോലെ തന്നെ സന്യാസമാണെന്ന് പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും വ്രതാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരംഭം കുറിച്ചിട്ട് മത്സ്യം, മാംസം, ലഹരി പദാർത്ഥങ്ങൾ, ഭോഗസൗഖ്യം ഇതൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ വ്രതം മുടങ്ങുക. വ്രതം മുടങ്ങി കഴിയുമ്പം ആ പദ്ധതി ഉപേക്ഷിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്രതികൂല ഫലങ്ങളും വ്യാഴം പിഴച്ചാൽ ഉണ്ടാകും. വ്യാഴം പിഴച്ചാൽ സർവം പിഴച്ചു എന്ന് ജ്യോതിഷത്തിലൊരു ചൊല്ലുണ്ട്. അപ്പം അനുകൂലമാകുന്ന വ്യാഴൻ്റെ ദശാകാലമാണെങ്കിൽ മകീര നക്ഷത്രജാതരെ സംബന്ധിച്ച് അവർക്ക് 22 വയസ്സ് മുതൽ ഏകദേശം 38 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ടുള്ളൊരു നല്ല അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കുടുംബപരമായിട്ടുള്ള സ്വത്ത് ലഭിക്കാനാണെങ്കിലും ഇൻഷുറൻസ് പോലുള്ള മേഖലകളിൽ നിന്ന് ധനം ലഭിക്കാനാണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളിലൂടെ ധനം ലഭിക്കാനാണെങ്കിലും ഇതൊന്നും അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ളൊരു ജോലി സാധ്യത ലഭിക്കാനെങ്കിലും വ്യാഴം ഉപകരിക്കും. ശുഭനായിട്ടുള്ള വ്യാഴൻ്റെ ദശാകാലത്തിൽ വിവാഹം നടക്കും. അത് പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്ന വിവാഹം തന്നെ വലിയ പ്രതിസന്ധി ഇല്ലാതെ നടക്കും. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാം, വാഹന ലാഭമുണ്ടാകാം, വീട് ലാഭിക്കാം, ഭൂമി ലഭിക്കാം. ഇങ്ങനെയുള്ള സ്വത്തുവകകളെ സംബന്ധിക്കുന്ന സൽകീർത്തിയെ സംബന്ധിക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ ശുഭനായിട്ടുള്ള വ്യാഴദശാകാലത്തിൽ ലഭിക്കും. ഇനി അശുഭനായിട്ടുള്ള വ്യാഴദശാകാലമാണെങ്കിലോ പ്രണയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അമിട്ട് പൊട്ടുന്നത് പോലെ ഒന്നിന് പുറകെ പൊട്ടും. ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഈ ദേവവൃക്ഷങ്ങളെന്ന് പറയുന്ന ആല്, അരയാല്, പേരാല്, പ്ലാവ്, ആഞ്ഞിലി പോലെയുള്ള വൃക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാഹനത്തിലിരുന്നു കൊണ്ട് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ദേവാലയത്തിന് സമീപം നിന്നുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചിത്രമോ വിളക്കോ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കുക ഈ കാമുകന്മാർ. ക്ഷേത്രങ്ങളിൽ ആരും ഇല്ലാത്ത സമയത്ത് അവിടെ വെച്ച് താലി കെട്ടുക, അല്ലെങ്കിൽ വീട്ടിലെ പൂജാമുറിയിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അവിടെ വെച്ച് താലി കെട്ടുക, അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കൊടുത്ത് വെച്ചിട്ട് അവിടെ വെച്ച് താലി കെട്ടുക. അതല്ലെങ്കിൽ ഓടുന്ന വാഹനങ്ങളിൽ ജലഗതാഗതം അടക്കമുള്ളത് ബോട്ട്, ബസ്, ട്രെയിൻ, കപ്പൽ ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ ഇരുന്ന് താലി കെട്ടുക. അത് താലി കെട്ടുന്നതിന് വേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള പരിശുദ്ധിയും പൗത്രതയും ഇല്ലാത്ത അവസരത്തിൽ അതിനെ ഉപയോഗിക്കുകയും അതൊരു വലിയ വാഗ്ദാനമായി കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥ നീചനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദശാകാലത്ത് വരും. പ്രത്യേകിച്ച് അതിന് ഉപയോഗിക്കുന്ന താലി പോലും ഒറിജിനൽ സ്വർണ്ണമായിരിക്കണമെന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വാഗ്ദാനങ്ങളൊക്കെ വെറും പൊള്ളത്തരങ്ങളാണെങ്കിലും തട്ടിപ്പാണെന്നും അല്ലെങ്കിൽ ഒരിക്കലും പ്രാവർത്തിക പദത്തിലെത്താത്തതാണെന്നും താൽക്കാലികമായിട്ടുള്ള സുഖഭോഗങ്ങളെ കേന്ദ്രീകരിച്ച് മാത്രമുള്ള വാഗ്ദാനവും കല്യാണ ചടങ്ങും മാത്രമാണെന്നും സുഖാസക്തി കുറയുമ്പോൾ വളരെ വേഗത്തിൽ ആ ബന്ധങ്ങൾ വേർപിരിക്കുന്നതും ഈ നീചനായിട്ടുള്ള വ്യാഴൻ്റെ ദശാകാലത്തിൽ കണ്ടുവരുന്ന ഒരു
ഫലങ്ങളാണ്. അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള രോഗം, ചെവി സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, ഇവയുമൊക്കെ വ്യാഴദശാകാലത്തിൽ അതിന് വേണ്ടുന്നൊരു ഓപ്പറേഷൻ നടത്തേണ്ടി വരിക. ഷുഗർ സംബന്ധമായിട്ടുള്ള ഷുഗറാധിക്യം കൊണ്ട് ഏതെങ്കിലും കാൽവിരലോ മറ്റോ ഒക്കെ മുറിച്ചു മാറ്റേണ്ടി വരുന്ന അവസ്ഥ, ഇവയുമൊക്കെ നീചനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദശാകാലത്തിൽ സംഭവിക്കാനിടയുള്ള ചെറിയ ചെറിയ ഫല സാധ്യതകളാണ്. നമ്മളുടെ അനുഭവങ്ങൾ വെച്ച് അല്ലെങ്കിൽ ജാതകം പരിശോധിക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ വ്യാഴം ശുഭനാണോ അശുഭനാണോ. ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാൻ പലരും ചോദിക്കാറുണ്ട്, ഈ ഗുണദോഷ സമ്മിശ്രമായ ഫലം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതെന്ന്. കാരണം ഇവിടെ നമ്മൾ വീഡിയോ എടുത്ത് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജാതകം വെച്ചല്ല. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴൻ ശുഭനാണെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴൻ അശുഭനായിരിക്കും. അപ്പം നമ്മളിത് പൊതുവായിട്ട് പൊതുസമക്ഷം അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ വിവരമാകുമ്പോൾ നമ്മൾ രണ്ട് പക്ഷവും പറഞ്ഞേ പറ്റൂ. അല്ലാതെ ശുഭനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദശാകാലത്തിൽ ഇന്ന കാര്യങ്ങൾ മാത്രം വരും എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് വ്യാഴദശ ശുഭമായിരിക്കും, അവരെ നേരിടാത്ത ദുഃഖദുരിതങ്ങൾ കാണത്തില്ല. അപ്പോൾ അവരെ നമുക്ക് മറന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ രണ്ട് വശവും പറഞ്ഞാണ് പോകുന്നത്. അശുഭനായിട്ടുള്ള വ്യാഴദശാകാലത്താണ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആശുപത്രി വാസം ചെയ്യുക. നമ്മൾ പറയാറില്ലേ, മരണത്തിൽ നിന്ന് തിരിച്ചു വന്നു, മരിച്ചു എന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഐസിയു കിടന്നിട്ട് ഇത് പോയി എന്ന് വിചാരിച്ചതാണ്, അവിടെ നിന്നൊക്കെ തിരിച്ചു വന്നിരിക്കും എന്നൊക്കെ പറയുന്നത് നീചനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദശാകാലത്തിൽ കൂടെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അത് വ്യാഴത്തിൻ്റെ ദശാകാലത്തിൽ മാത്രം അങ്ങനെയുള്ള അനുഭവം ഉണ്ടാവും എന്നല്ല പറയുന്നത്. വ്യാഴദശാകാലത്തിലും ഈ നീചനായിട്ടുള്ള വ്യാഴദശാകാലത്തിലും ഇതൊക്കെ സംഭവിക്കും. അത് നമ്മൾ ജ്യോതിഷത്തിൽ പറഞ്ഞാൽ ശുഭനായിട്ടുള്ള വ്യാഴൻ ദശാനാഥനായിട്ട് വരികയാണെങ്കിൽ ഈശ്വരാധീനവും ഭാഗ്യവും വളരെയുള്ളൊരു കാലഘട്ടമാണെന്ന് തന്നെ പറയും. ഇനി നീചനായിട്ടുള്ള വ്യാഴൻ ദശാനാഥനായിട്ട് വരികയാണെങ്കിൽ ഈശ്വരാധീനം വളരെ കുറവാണ്, ദൈവാധീനം വളരെ കുറവാണ്, വളരെ സൂക്ഷിക്കണമെന്ന് പറയും. ഇതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ലളിതമായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്കിതിനെക്കുറിച്ച് ഈ മകയിര നക്ഷത്രത്തിൻ്റെ തുടർന്നുള്ള ദശാകാലങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഇതിൻ്റെ പുറകെ നമ്മൾ ചെയ്യുന്നതാണ്. എന്തായാലും നമുക്ക് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് വ്യാഴം നീചമാണെങ്കിൽ, ദോഷകാരകനാണെങ്കിൽ എന്തൊക്കെയാണ് ജ്യോതിഷപരമായിട്ട് നിർദ്ദേശിക്കപ്പെടുന്ന പരിഹാരങ്ങൾ എന്ന് നോക്കാം. വ്യാഴത്തിൻ്റെ മൂർത്തിയായിട്ട് പറയുന്നത് മഹാവിഷ്ണുവിനെയാണ്. അല്ലെങ്കിൽ വ്യാഴപ്രതിഷ്ഠയുള്ള നവഗ്രഹ ക്ഷേത്രങ്ങൾ അവിടെ ദർശനം നടത്താം. തമിഴ്നാട്ടിൽ നടക്കുന്ന നവഗ്രഹ ക്ഷേത്രങ്ങളിൽ വ്യാഴപ്രതിഷ്ഠയുള്ളിടത്ത് ദർശനം നടത്താം. വ്യാഴാഴ്ച ദിവസത്തിനാണ് പ്രാധാന്യം. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അരയാലിന് ഏറ്റവും കുറഞ്ഞത് 3 തവണയെങ്കിലും പ്രദക്ഷിണം ചെയ്യുക. അരയാലിന് പ്രദക്ഷിണം ചെയ്യുന്നത് രാവിലെ ഒരു 5 മണി മുതൽ 6 മണി മുതൽ രാവിലെ ഒരു 9 മണിക്കുള്ളിലായിരിക്കണം. ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ അരയാലിന് പ്രദക്ഷിണം ചെയ്യാറേയില്ല, ചെയ്യാൻ പാടില്ലെന്നാണ്. അത് ചെയ്യാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞ ലഡു, മഞ്ഞ നാരങ്ങ തുടങ്ങിയിട്ടുള്ളവ ദാനം ചെയ്യാം. മഹാവിഷ്ണു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയണത്ര വഴിപാടുകൾ നടത്താം, പ്രാർത്ഥിക്കാം. വിഷ്ണു സഹസ്രനാമം, വിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗവതം, ഇവയൊക്കെ വ്യാഴാഴ്ച ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഉപവാസപ്രദമായിട്ട് അനുഷ്ഠിച്ചുകൊണ്ട് മഹാവിഷ്ണുവിനെയോ വ്യാഴത്തെയോ പ്രകീർത്തിച്ച് ആരാധിക്കുന്നതും വ്യാഴദോഷ പരിഹാരമായിട്ട് ജ്യോതിഷപരമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. ഇതാണ് നമുക്ക് മകയിര നക്ഷത്ര ജാതകരുടെ വ്യാഴദശാകാലത്തെക്കുറിച്ച് സൂചിപ്പിക്കാവുന്ന കാര്യം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് അവസരത്തിൽ കാണാം.